ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് അമ്മാസ് രുചികൾ വന്നിരിക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ് പുഡിംഗ് ആണ്, സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് കോൺഫ്ലവറും കുറച്ച് കോഫി പൗഡറും കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് പാൽപ്പൊടിയും കുറച്ച് ചോക്ലേറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി പാലും വേണം കേട്ടോ. ഒരു ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിന് ഒരു 1/3 കപ്പ് ഓളം കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടേ. അതായത് ഇതുപോലെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തത്, 1 ലിറ്ററല്ല, ഒരു പാക്കറ്റ് പാലാണ് എടുത്തത്. അതിനകത്ത് കുറച്ച് പാലൊഴിച്ച് ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ. ഇനി ബാക്കിയുള്ള പാലുണ്ടല്ലോ, ബാക്കിയുള്ള പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ആദ്യം പഞ്ചസാര ചേർത്തു. പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെക്കാമേ. ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തു. പിന്നെ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. കോഫി പൗഡർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ കട്ടിയായി പോകുന്നു, അപ്പോൾ ഒന്ന് ഇടാനായിട്ട് പാടുപെട്ടതാണേ. 1 സ്പൂൺ വെച്ച് ഇളക്കിയിട്ടിട്ടു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു ചെറു ചൂടാവുള്ളൂ കേട്ടോ, കട്ടി ചൂടാവല്. ചെറു ചൂടിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ചോക്ലേറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത പോലെ എടുക്കണേ. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. ചോക്ലേറ്റ് കട്ടിയായപ്പോൾ ഉരുകാൻ താമസിക്കുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് മിക്സ് ആയിക്കോളും പെട്ടെന്ന് കേട്ടോ. പാലങ്ങ് തിളയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ലപോലെ മിക്സ് ആയിക്കോളും. പഞ്ചസാരയും കോഫി പൗഡറും കൊക്കോ പൗഡറും ചോക്ലേറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കലക്കി വെച്ച ആ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ അങ്ങ് ചേർക്കുക. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. കൈ വിടാൻ ചിലപ്പോൾ കട്ടയായി പോകാനൊക്കെ സാധ്യത, അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ അത് ചേർക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് 1 മിനിറ്റ് പോലും വേണ്ട, ഇതുപോലെ കട്ടിയായിട്ട് വരും. ഈ ഒരു കട്ടി മതി കേട്ടോ, ഒത്തിരി കട്ടിയായി നമുക്കത് സെറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ബൗൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ ട്രെയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെറിയ ചെറിയ ബൗൾസിനകത്താണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല, സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് റെഡിയായി. എത്ര പെട്ടെന്ന്, 5 മിനിറ്റ് പോലും എടുത്തില്ല ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം, അതേ ഉള്ളൊരു താമസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിനനുസരിച്ചിട്ട് ബൗളിനകത്ത് സെറ്റ് ചെയ്തോളുക. എന്നിട്ട് ഇവന്മാരെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് വരും. ഇതിൻ്റെ മുകളിൽ ബദാം പൊടിച്ചിടുകയോ നട്ട്സ് പൊടിച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് കോഫി പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്തു കേട്ടോ. വേണമെങ്കിൽ ബദാമൊക്കെ ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ചങ്ങ് കഴിക്കണം. എൻ്റെ പൊന്നോ, അപാര ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നാളെ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അവധിയാണ്, എല്ലാവർക്കും അവധിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കിക്കോളൂ കേട്ടോ, സൂപ്പറാണ്. അടിപൊളി ഒരു പുഡിങ്, ചോക്ലേറ്റ് പുഡിങ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരും. അതുവരേക്കും ബൈ ബൈ.